എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 58, 59, 60 എന്നീ 3 ശ്ലോകങ്ങൾ പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തമാണുള്ളത്. സത്യയും ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ വിവാഹ ദിവസം വന്നു ചേർന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കവി പറയാണ്. ആദ്യം 58ാമത്തെ ശ്ലോകം നോക്കാം. അവേഹി ലഗ്നമാസന്നം രാജന്നുദ്വാഹകർമ്മണ അദ്യൈവ ഹോമഭവനമാനീയേതാം വധൂവരൗ. നമുക്കാദ്യം പദച്ഛേദം പറയാം. അവേഹി ലഗ്നം ആസന്നം രാജൻ ഉദ്വാഹകർമ്മണ അദ്യ ഏവ ഹോമഭവനം ആനീയേതാം വധൂവരൗ. പുരോഹിതൻ രാജാവിനോട്, നഗ്നജിത്തിനോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, ഉദ്വാഹകർമ്മണ ആസന്നം ലഗ്നം അവേഹി. ഇന്നാണ് മുഹൂർത്തം. അത് രാജാവിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ പുരോഹിതൻ്റെ ഒരു അവകാശം, പുരോഹിതൻ്റെ ഒരു കർത്തവ്യമാണ് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ രാജാവിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ രാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ് പുരോഹിതൻ. ഇന്നാണ് ഉദ്വാഹകർമ്മണ. ഉദ്വാഹം എന്ന് വെച്ചാൽ വിവാഹം, അതായത് ശ്രീകൃഷ്ണൻ്റെയും നമ്മുടെ മകൾ സത്യയുടെയും വിവാഹം നടത്തേണ്ട ദിവസം ഇന്നാണല്ലോ. അതുകൊണ്ട് ആസന്നം ലഗ്നം, ഇന്നാണ് അതിനുള്ള നാളെ ലഗ്നം കുറിച്ചിരിക്കുന്നത്. ഇന്നാണ് അതിൻ്റെ ശുഭമുഹൂർത്തം വരണത്. അതുകൊണ്ട് അതറിയാലോ. അവേഹി, അങ്ങേക്ക് അതൊക്കെ അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, അത് അങ്ങേക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്യൈവ, അദ്യ എന്നുള്ളത് ഇന്ന് എന്നുള്ള അർത്ഥത്തിലും പറയും, ഇപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ, ഇപ്പോൾ അദ്യ ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അദ്യൈവ, ഇപ്പോൾ തന്നെ, വൈകാതെ തന്നെ, വധൂവരവും, വധൂവരന്മാരെ, ശ്രീകൃഷ്ണനെയും രാജകുമാരി സത്യയെയും ഹോമഭവനം ആനീയേതാം. ഹോമഭവനം എന്ന് പറഞ്ഞാൽ ഹോമങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശാലയുണ്ടാവും. അഗ്നിശാല, അഗ്നി അളിന്തം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ശാലകൾ അല്ലെങ്കിൽ മുറികൾ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ ഗൃഹങ്ങളിൽ, അതുപോലെ പർണശാലകളിൽ, ആശ്രമത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ എപ്പോഴും അഗ്നി സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ആ മുറിയിൽ വച്ചിട്ട് തന്നെയാണ് ചടങ്ങുകളൊക്കെ, അച്ഛൻ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ വച്ചിട്ട് തന്നെയാണ് നടത്തേണ്ടത്. രാജകൊട്ടാരമൊക്കെ ആകുമ്പോൾ അതൊരു വലിയൊരു സ്ഥലമായിരിക്കും, വലിയൊരു ഹാള് പോലെയുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ അവിടേക്ക് രണ്ടുപേരെയും വധൂവരന്മാരെ ആനയിച്ച് കൊണ്ടുവരണം. അതാണ് പറയണത്. വധൂവരവും ഹോമഭവനം ആനീയേതാം. ഇപ്പോൾ തന്നെ രണ്ടുപേരെയും ഇവിടേക്ക് കൊണ്ടുവരേണ്ടതാണ്. എന്നാലല്ലേ ഇനി വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് വധുവിനെയും വരനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ട നടപടികൾ ആരംഭിക്കണം എന്നുള്ളതാണ് പുരോഹിതൻ രാജാവിനോട് പറഞ്ഞത്. അപ്പോൾ രാജാവ് എന്താ ചെയ്തത് എന്നുള്ളതാണ് 59ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം നോക്കൂ. ഇത്യാകർണ്യ ഗുരോർവാക്യം രാജാ വലിതകന്ധര തയോരാനയനൗത്സുക്യാത് പുരുഷാനാദിശദൃശ. ആദ്യം പദച്ഛേദം പറയാം. ഇതി ആകർണ്യ ഗുരോഹ വാക്യം രാജാ വലിതകന്ധര തയോഹ ആനയന ഉത്സുക്യാത് പുരുഷാൻ ആദിശത് ദൃശ. രാജാക്കന്മാരുടെ സ്വഭാവം, അല്ലെങ്കിൽ അവർ ആൾക്കാരെയൊക്കെ വിളിപ്പിക്കാൻ എന്തൊരു രീതിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കവി പറയണത്. ഇതി, ഇപ്രകാരം, ഗുരോഹ വാക്യം ആകർണ്യ, പുരോഹിതനായിട്ടുള്ള തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, വലിതകന്ധര, വലിതകന്ധര എന്ന് പറഞ്ഞാൽ കഴുത്ത് തിരിച്ച് നോക്കുക, കഴുത്ത് വെട്ടിച്ച് നോക്കുക. അതായത് രാജാവ് അത്രയും നേരം പുരോഹിതൻ എന്താണ് പറയണത് എന്ന് വിചാരിച്ചിട്ട് പുരോഹിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം മുഖമൊന്ന് തിരിച്ചിട്ട്, അപ്പോൾ രാജാവ് നോക്കണത് ഭടന്മാരുടെ അടുത്തേക്ക് ആവുമല്ലോ. അപ്പോൾ പുരോഹിതൻ പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ മുഖം തിരിച്ചിട്ട്, വലിതകന്ധര രാജ, മുഖമൊന്ന് തിരിച്ച രാജാവ്, തയോഹോ ആനയന ഉത്സുക്യാത്, തയോഹോ അവരെ രണ്ടുപേരെയും, ശ്രീകൃഷ്ണനെയും തൻ്റെ മകളായിട്ടുള്ള സത്യയെയും കൊണ്ടുവരുന്നതിൽ, ആനയനം എന്ന് വെച്ചാൽ ഈ ഹോമഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഔത്സുക്യത്തോടു കൂടിയവനായിട്ട്,
വേഗം തന്നെ കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു ആജ്ഞയോട് കൂടിയിട്ട് ദൃശ തൻ്റെ നോട്ടം കൊണ്ട് പുരുഷാൻ ആദിശത്, അതായത് വാക്കുകൊണ്ട് പറയുന്നുണ്ടായില്ല. ഈ പുരോഹിതൻ പറയുന്ന വാക്കുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഭടന്മാരും കേൾക്കുന്നുണ്ട്, രാജാവ് കേൾക്കുന്നുണ്ട്. രാജാവിൻ്റെ അടുത്ത് എപ്പോഴും ഭടന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ പുരോഹിതൻ്റെ മുഖത്ത് നിന്ന് ഭടന്മാരുടെ മുഖത്തേക്കൊന്ന് നോക്കി, ഒരു ആജ്ഞാപൂർവകമായിട്ടുള്ള നോട്ടം. ആ നോട്ടം കൊണ്ട് തന്നെ ഭടന്മാർക്ക് മനസ്സിലായി ഈ വധൂവരന്മാരെ ഹോമഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്, പുരോഹിതൻ പറഞ്ഞതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ് ആ നോട്ടം കൊണ്ട് ഭടന്മാർക്ക് കിട്ടിയത്. പറഞ്ഞില്ല, ദൃശ എന്ന് പറഞ്ഞതുകൊണ്ട് നോട്ടം കൊണ്ടാണ് നിർദ്ദേശം, ആജ്ഞ പുറപ്പെടുവിച്ചത്, വാക്കുകൾ കൊണ്ടൊന്നും പറയണ്ടായില്ല. ദൃശ പുരുഷാൻ, പുരുഷന്മാരെന്നുള്ളത് കൊണ്ട് ഇവിടെ ഭടന്മാരെന്നർത്ഥം. എപ്പോഴും രാജപുരുഷന്മാർ, രാജാവിനെ സംരക്ഷിക്കാനുള്ള ആൾക്കാർ രാജാവിൻ്റെ ഒപ്പം ഉണ്ടാവും. അവരോട് രണ്ടുപേരെയും കൊണ്ടുവരാൻ ആദിശത്, ദൃശ ആദിശത്, നോട്ടം കൊണ്ട് പറഞ്ഞു. ഒരു നോട്ടം നോക്കിയുള്ളൂ, അപ്പോഴേക്കും കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 60-ാമത്തെ ശ്ലോകം നോക്കൂ. അഥാ ഗച്ഛത് സഭാം കൃഷ്ണോ മുഖേന സ്മിതചാരുണ പരിഹാസവിദാസാകം സല്ലപൻ സവ്യസാചിന. നല്ല ഭംഗിയുള്ളൊരു ചിത്രം, ശ്രീകൃഷ്ണൻ്റെ വരവാണ് വർണ്ണിക്കുന്നത്. അതിങ്ങനെ ചൊല്ലുമ്പോൾ കണ്ണിൽ കാണാം ആ കാഴ്ച. നമുക്ക് പദച്ഛേദം പറയാം. അഥ ആഗച്ഛത് സഭാം കൃഷ്ണ മുഖേന സ്മിതചാരുണ പരിഹാസവിദാ സാകം സല്ലപൻ സവ്യസാചിന. വളരെ കുറച്ച് പദച്ഛേദം മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ വരവാണ്. ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭടന്മാരെ പറഞ്ഞയച്ച അനന്തരം അഥ കൃഷ്ണ, ശ്രീകൃഷ്ണൻ സ്മിതചാരുണ മുഖേന, സ്മിതചാരുവായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ട്, ഒട്ടും ഗൗരവമില്ലാതെ വളരെ പ്രസാദാത്മകമായ മുഖത്തോടു കൂടിയിട്ട്, ചിരിച്ച ഒരു മന്ദഹാസം ഇങ്ങനെ മുഖത്ത് തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സ്മിതചാരുണ, ചെറുതായിട്ടൊന്ന് ചിരിക്കണത് കൊണ്ട് നല്ല ഭംഗി തോന്നിക്കുന്നതായ, അത്രയും ഒരു ആകർഷണം തോന്നിക്കുന്നതായ മുഖത്തോടു കൂടിയിട്ട്. അങ്ങനെ അപ്പോൾ ആ മുഖത്ത് നോക്കിയാൽ വിവാഹം കഴിക്കാൻ പോണതിൻ്റെ യാതൊരു ഉത്കണ്ഠയും ആകാംക്ഷയും ഒന്നുമില്ല. ഭഗവാൻ അല്ലെങ്കിലും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. പിന്നെ സത്യയെ വിവാഹം കഴിക്കുന്നത് ശ്രീകൃഷ്ണൻ ആദ്യത്തെ വിവാഹമല്ലല്ലോ. സത്യയെ 3-4 പേർക്ക് ശേഷമാണ് വിവാഹം കഴിക്കുന്നതായിട്ട് ഭാഗവതത്തിലൊക്കെ പറയണത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഉത്കണ്ഠക്കുറവ് ശ്രീകൃഷ്ണൻ്റെ മുഖത്തുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിയെ കിട്ടാൻ പോകുന്നതിൻ്റെ, സുന്ദരിയായിട്ട് മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ ആനന്ദമൊക്കെ മുഖത്തുണ്ട് താനും. അങ്ങനെ ചിരിച്ചുകൊണ്ട്, ചിരിക്കുന്നതിന് കാരണം വേറെ ഉണ്ട്. അങ്ങനെ സ്മിതചാരുണാ മുഖേന, സുന്ദരമായ മുഖത്തോടു കൂടിയിട്ട്, ഒപ്പം തന്നെ ആരുണ്ട്? പരിഹാസവിദ സവ്യസാചിന. പരിഹാസവിത്ത് എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞാൽ മനസ്സിലാവുന്നവൻ. തമാശ പറഞ്ഞാൽ മനസ്സിലാവുക എന്നുള്ളത് കൊണ്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയണ തമാശ, നമ്മളുടെ വാക്കുകൾ, അതൊക്കെ എത്ര കണ്ട ആഴത്തിലാണ് അല്ലെങ്കിൽ എത്ര കണ്ട ആഴത്തിലല്ല, എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് വാക്കുകളുടെ അർത്ഥം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണ ഒരാളാണ്, ആ ആളെ മാത്രമേ സുഹൃത്ത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? സവ്യസാചി, അർജുനനാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അർജുനൻ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, അർജുനൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിഹാസം എന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, തമാശ കേട്ടാൽ മനസ്സിലാവണ ആൾ എന്ന അർത്ഥം എടുത്താൽ മതി. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് അർജുനനോടൊപ്പം. അപ്പോൾ തലേ ദിവസമൊക്കെ ഒരുമിച്ച് താമസിച്ചത് അർജുനൻ്റെ കൂടെ ആവുമല്ലോ, അർജുനൻ്റെ ഒപ്പം ആവും ഉറങ്ങിയിട്ടുണ്ടാവുക. അത്രയും അടുത്ത കൂട്ടുകാരാണ് അവർ. അർജുനനും ശ്രീകൃഷ്ണനും വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ ഹോമഭവനത്തിലേക്ക് വന്നത്. അതാണ് സവ്യസാചിനാസാകം സല്ലപൻ. സവ്യസാചിയോട് കൂടിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിരിച്ച് നല്ല ആനന്ദ ഭരിതനായിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ വരവ്. സവ്യസാചിനാസാകം സല്ലപൻ സഭാം ആഗച്ഛത്. സഭയിലേക്ക്, ഹോമഭവനത്തിൻ്റെ സഭ എവിടെ വെച്ചിട്ടാണോ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് വന്നു എന്നർത്ഥം. അപ്പോൾ ആ ഒരു ഭംഗിയായിട്ടുള്ള വരവ്, പേടിച്ചരണ്ട് അല്ലെങ്കിൽ എന്താണാവോ ഇനി ഉണ്ടാവാൻ പോണേ, എന്തൊക്കെയാണ് അടുത്ത ചടങ്ങുകൾ എന്നുള്ള ഒരു ആകാംക്ഷയും മുഖത്തില്ല. മാത്രമല്ല അർജുനൻ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ടാണ് ഹോമഭവനത്തിലേക്ക് വന്നത് എന്നർത്ഥം. ഇനി ബാക്കി ചടങ്ങുകൾ
വധുവിൻ്റെ വരവൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ കാണാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അവേഹിലഗ്നമാസന്നം രാജന്നുദ്വാഹ കർമ്മണ അദ്യൈവ ഹോമഭവനമാനീയേതാം വധൂവരൗ ഇത്യാകർണ്യ ഗുരോർവാക്യം രാജാ വലിതഗന്ധര തയോരാനയന ഉത്സുക്യാത് പുരുഷാനാദിശദൃശ അഥാഗച്ഛത് സഭാം കൃഷ്ണോ മുഖേന സ്മിതചാരുണ പരിഹാസവിദാസാകം സല്ലഭൻ സവ്യസാചിന. ബാക്കി വിവാഹ കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.